അമേരിക്കൻ സൈക്കോ മൂവി കണ്ടവർക്ക് അറിയാം പാട്രിക് ബേറ്റ്മാൻ സ്കിൻ കെയറിൽ ഈ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന കാര്യം. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. ഈ സെയിം കൊറിയൻ മാസ്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. $1.17, അതായത് ഇന്ത്യൻ റുപ്പി 100 രൂപ. വിരാട് കോഹ്ലിന്റെ സൺസ്ക്രീൻ ഉടായ്പ കഴിഞ്ഞപ്പം നമ്മുടെ അണ്ണന്റെ മറ്റൊരു ഉടായ്പാണ് പാട്രിക് ബേറ്റ്മാൻ ഉപയോഗിക്കുന്ന കൊറിയൻ മാസ്ക് ആണ് പുള്ളിക്കാരന് ഉപയോഗിക്കുന്നതെന്ന്. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. എന്റെ പൊന്നെണ്ണ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവരൊക്കെ മച്ചാന്റെ കൂട്ടുകാർ മറ്റാണോ അല്ലെങ്കിൽ വല്ല ഫാമിലി മെമ്പേഴ്സ് മറ്റാണോ ഇവരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് മച്ചാൻ അറിയാൻ വേണ്ടിയിട്ട്? മച്ചാൻ നിനക്ക് മാന്യമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ? അതായത് പാട്രിക് ബേറ്റ്മാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു കൊറിയൻ മാസ്ക് ഞാനും മേടിച്ചു എന്നുള്ള രീതിയിൽ പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ? ആൻഡ് സെറമൈഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പീൽ ചെയ്ത് കഴിയുമ്പോൾ കൊറിയക്കാരുടെ സ്കിന്നൊക്കെ പോലെ ഒരു ഗ്ലാസി ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടോ അപ്പൊ തന്നെ അവനെ അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തെറി വിളിക്കണ്ട, തെറി വിളിച്ചാണെങ്കിൽ ഇവന്മാർക്ക് റീച്ച് കിട്ടത്തേ ഉള്ളൂ. ഇവന്മാരെ പറ്റുവാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചിട്ട് പോയിക്കോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നു കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ കൊറിയക്കാരല്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും കൊറിയക്കാരെ പോലത്തെ ഈ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ആ റിയാലിറ്റി ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് വെറുതെ ഈ ബ്യൂട്ടി ഇൻഡസ്ട്രി നമ്മുടെ തലയിലേക്ക് കുത്തിവെക്കുന്ന ഒരു മിത്തോളജിയാണ്. ഇത് കുത്തിവെക്കുന്ന എന്തിനാണ്? അവരുടെ പ്രൊഡക്ട്സ് നമ്മളിലേക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ലോജിക്കിൽ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കൊറിയക്കാരൻ ഉപയോഗിച്ചാൽ അവൻ ഇന്ത്യക്കാരനെ പോലത്തെ സ്കിൻ ആവുമോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ പ്യുവർ ജനറ്റിക്സിലും ക്ലൈമറ്റിലൊക്കെ ബേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കൊറിയൻ എന്ത് സാധനം ഉപയോഗിച്ചാലും, ഇപ്പൊ കൊറിയൻ മറ്റേത് കിട്ടും മറിച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ തള്ളി മറിക്കുന്നുണ്ട്. അപ്പൊ എന്ത് എക്സ്പെൻസീവ് സാധനം ഉപയോഗിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജനറ്റിക്സ് മാറുമോ? നിങ്ങൾ ജനിച്ച സ്ഥലം മാറുമോ? നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് മാറുമോ? ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. വിരാട് കോഹ്ലിന്റെ ഉടായ്പ ഞാൻ പൊക്കിയപ്പം അണ്ണൻ പറഞ്ഞു അത് അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ അറിയാതെ പറ്റിയ മിസ്റ്റേക്കുകൾ കുറെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊരു സാമ്പിൾ പഠിക്കട്ടെ, തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വെറുതെ ഒരു മാസിനിട്ടല്ല ഇത്. ഇവന്റെ പേജിൽ നിന്ന് എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ കുറെ സാധനങ്ങൾ ഇനിയും ഉണ്ട്. പക്ഷേ ഞാനിവിടെ നിർത്തുവാണ്. എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. എനിവേ നിങ്ങളുടെ ചോയ്സാണ്. ഒരു വ്യക്തിനെ അല്ല പറയുന്നത്, ഉടായ്പ ചെയ്യുന്ന എല്ലാ എണ്ണത്തിനോട് പറയുന്നത്.